ശ്രീജിത് പണിക്കർ, എല്ലാവർക്കും അറിയാം ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ സെറ്റിൽ പ്രശ്നക്കാരാണെന്ന്. കഞ്ചാവ് ചോദിക്കുന്ന കാര്യവും അറിയാം. കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ സെറ്റിലേക്ക് വരില്ല. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റം പല രീതിയിലായിരിക്കും. അവിടെ ലൈംഗിക ചുവയോടുകൂടി പോലും സംസാരിക്കുമെന്ന കാര്യം ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഒടുവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സൂത്രവാക്യം എന്ന സിനിമയുടെ കാര്യം തന്നെയാണെങ്കിൽ അതിൻ്റെ സംവിധായകൻ നടിയോട് ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഷൈൻ്റെ ഈ മോശം പെരുമാറ്റം കാരണം. അപ്പോൾ എന്തിന് ഇയാളെ സഹിക്കണം എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ നിർമ്മാതാക്കൾ അവിടെ ഒന്നും ചെയ്യാനാവാതെ കുഴങ്ങുകയാണ്. ഈ സംഘടനകൾക്ക് എന്ത് പ്രസക്തിയാണ് മലയാള സിനിമാ രംഗത്തുള്ളത്? അവരവരുടെ കാര്യം, സംഘടന ശേഷി വർദ്ധിപ്പിക്കൽ, ഇതല്ലാതെ എന്താണുള്ളത്? ശ്രീ മഞ്ജുഷ്, നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളോ വാദങ്ങളോ തൽക്കാലം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ഈ അടുത്തിടെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു മൊഴി ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞിരുന്നത് എന്താണ്? അവരുടെ കസ്റ്റമേഴ്സാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും എന്നാണ് പറഞ്ഞത്. അന്ന് ഇവിടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ അത് പ്രധാനപ്പെട്ട വാർത്തയായതാണ്, തലക്കെട്ടായതാണ്. അപ്പൊ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, അതിന് പുറത്തു നിന്നുള്ള ആൾക്കാർ പോലും സ്പെസിഫിക് ആയിട്ട് ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷവും ഇവർക്കാർക്കും യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. ഞാൻ ആലോചിക്കുന്നത്, മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ നടന്മാർ, ഷൈൻ ടോം ചാക്കോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കരുതുന്നത് ഇതൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് വളരെ നാണക്കേടായിട്ടുള്ള സംഭവങ്ങളാണെന്നാണ്. സിനിമയിലെ ലഹരിയെക്കുറിച്ച്, അത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ അറിവുള്ളത് സിനിമക്കാർക്കാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പല ഊഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, സിനിമാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള അടുപ്പം കൊണ്ടൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലൂടെ ഉള്ളിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉപയോഗിക്കുന്നത്, ആരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായിരിക്കുന്ന പേരല്ല. ഇതിൽ പല ആൾക്കാരും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്നിട്ടും ഇവരൊക്കെ ഈ സിനിമകളുടെയൊക്കെ എന്തോ അവിഭാജ്യ ഘടകമാണ് എന്ന മട്ടിൽ ഇവരെയൊക്കെ തന്നെ വിളിച്ച് വീണ്ടും സിനിമകളിൽ തുടർച്ചയായി സഹകരിപ്പിക്കുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് യഥേഷ്ടം ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ തവണയാണ് ഒരു നടൻ ഒരു നിർമ്മാതാവിനോട് എനിക്ക് കഞ്ചാവ് വേണം എന്ന് പറയുന്നതെങ്കിൽ അത് വെളുപ്പിനെ 3 മണിക്കായിരിക്കുമോ? ആയിരിക്കില്ല. മറ്റേതെങ്കിലും ഒരു സമയത്തായിരിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ സോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊരു പതിവായി മാറുന്നത് കൊണ്ടും എനിക്കിത് പറയാനുള്ള സേ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടും എനിക്ക് മറ്റുള്ള ആൾക്കാർ ഇത് എത്തിച്ച് തരുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എനിക്ക് സാധനം തീർന്നു, എനിക്ക് സാധനം കിട്ടണം എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു നിർമ്മാതാവ് ഏത് രീതിയിലാണ് അതിനെ എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ പല ആൾക്കാരോടും ഇതേ ഡിമാൻഡ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ വെച്ചിട്ടുണ്ടാകാം. പല ആൾക്കാരും അത് ഇന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ തന്നെ സിനിമാ മേഖലയെ തകർക്കും. അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള ഇവരുടെ പേര് പുറത്തു വന്നാൽ, ഈ സിനിമയുടെ പേര് പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നമാകും. വളരെ സാമ്പത്തികമായിട്ടുള്ള ഹൈ സ്റ്റേക്സ് ഉള്ള ബിസിനസ് ആണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഈ ഇൻഡസ്ട്രിയുടെ പുറത്ത് നമ്മൾ കഞ്ചാവോ അല്ലെങ്കിൽ MDMA ഏതെങ്കിലും ലഹരി വസ്തുവോ കണ്ടെടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആൾക്കാരുടെ പേര് പറയാതിരിക്കുകയാണോ ചെയ്യുക? ഈ സിനിമാ സംഘടനകളുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതിൽ തന്നെ ശ്രീ വിൻസി അലോഷ്യസിനോട് പറയാനുള്ളത്, നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസിലാണ്. നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ലഹരിയുടെ പേരിലാണ് എങ്കിൽ അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള സൊല്യൂഷൻ തരാൻ കഴിവുള്ള സംഘടനകളെ അല്ല നിങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ട്. എന്താണ്, ഏത് പരിധി വരെ അതിന് ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എത്ര സിനിമ ആൾക്കാരുടെ കേസുകളിൽ ICC വളരെ കൃത്യമായ രീതിയിലത്തേക്ക്, അവർക്ക് കൂടി തൃപ്തികരമായ രീതിയിലത്തേക്ക് നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കേസ് സെറ്റിലാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മറ്റൊന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇനിയൊന്ന് അമ്മ എന്ന താരസംഘടന, ഇനിയൊന്ന് പിന്നെ ഒരു ഇവരുടെ ഒബ്സർവൻസ് ഒരു കമ്മിറ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഫിലിം ചേംബറിൻ്റെത്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊക്കെ കൊടുത്തത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ പ്രശ്നമാണോ ഇത്? അല്ല. ഇതൊരു കേവല തൊഴിൽ പ്രശ്നം എന്ന രീതിയിലത്തേക്കോ ഒരു സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു മൈനർ കൃത്യമാണല്ലോ. അത് തൊഴിലിടത്തിൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് അവർ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി കൊടുത്തു. അത് ശരിയാണല്ലോ. ആ ഒരു നീക്കം കൃത്യമാണല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അല്ല, അതില് തൊഴിലിടത്ത് മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. ഇതിൽ വളരെ ഗ്രോസ് ആയിട്ടുള്ള സ്ത്രീ വിരുദ്ധത ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ നമുക്ക് തൊഴിലിടത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവിടെ കിട്ടിയില്ല എന്നൊന്നും പറയുന്ന രീതിയിലത്തേക്കുള്ള കാര്യമല്ല. ഒരു സ്ത്രീക്ക് തൊഴിലിന്റെ ഭാഗമായിട്ട് അവർക്ക് വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു സമയത്ത്, അതിന് പോകുന്ന സമയത്ത് പോലും അവരോട് അശ്ലീലമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കേവലം ICCയുടെ ഭാഗത്ത് നിൽക്കേണ്ടുന്ന ഒരു കംപ്ലൈന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പുറമേയുള്ള മാനങ്ങൾ അതിലുണ്ട്. അവിടെ നടന്നിരിക്കുന്നത് ഒരു ക്രൈമാണ്, അല്ലെങ്കിൽ ഒരു ഇന്റന്റ് ടു ക്രൈമാണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെ ഇവിടെ നോക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ സംവിധാനത്തിലേക്ക് കൂടി പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തു, പിന്നീട് ആ പരാതി ഇവിടെ ലീക്കായി, അതുകൊണ്ട് എനിക്ക് ഈ സംഘടനകളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് പരാതി കൊടുത്തുകൊണ്ട് എന്താ ഗുണം? അമ്മ പറയൂ ഇനി മുതൽ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയെ വിളിക്കരുത് എന്ന് അമ്മ പറയുമോ? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ഇങ്ങനെ തീരുമാനിക്കുമോ? ഓ, ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി ഇയാളെ വിളിച്ചിട്ട് ഒരു പടത്തിലും സഹകരിപ്പിക്കുന്നില്ല എന്ന്. ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2015 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ് ഉണ്ടല്ലോ, ആ കൊക്കൈൻ കേസിൽ എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടുന്നത്? വെറും സാങ്കേതികത്വത്തിന്റെ പേരിലല്ലേ? അതായത് അവിടെ ഒന്നാം പ്രതിയുടെ അടുത്ത് നിന്ന് ഇത് കണ്ടെത്തി എന്നുള്ള ഒരു കാര്യമുണ്ട്. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു വനിതയായിട്ടുള്ള ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ഗസറ്റഡ് ഓഫീസർ പുരുഷനായിരുന്നു എന്നുള്ള വെറും ടെക്നിക്കാലിറ്റിയാണ്. അപ്പൊ അവിടെ നിന്ന് അത് രക്ഷിച്ചെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ലല്ലോ ശ്രീ പണിക്കർ. അത് മാത്രമല്ല കോടതിയുടെ ഉത്തരവിലും കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് എന്ന രീതിയിലത്തേക്ക് തുടർച്ചയായി അവസരം കിട്ടുന്നതിനുമൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. ഈ ഇക്കോസിസ്റ്റം ഒരു വ്യക്തി സ്വയമായി ബിൽഡ് ചെയ്യുന്നതല്ല, മറിച്ച് അയാളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഒരു സിസ്റ്റം അവിടെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇപ്പോ ഒരു നടി തന്നെ ഇന്ന് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അഭിപ്രായത്തിൽ എന്താണ്? വളരെ പങ്ക്ച്വലായിട്ടുള്ള, വളരെ കൃത്യമായി കണ്ടിന്യൂറ്റി പോലും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തി സഹകരിക്കുന്ന ഒരു നടനാണ് ഇദ്ദേഹം. എന്ന് വെച്ചാൽ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇയാൾ സെറ്റിൽ ഡിസിപ്ലിൻഡ് ആണോ, ഇയാൾ വളരെ കൃത്യമായിട്ട് ഇതിൽ വരുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, ഇയാളുടെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ലേ, ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും ആലങ്കാരികമായിട്ടാണെങ്കിലും പറയും, ഒരു കലാരൂപം എന്ന് പറയുന്നതിന് ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടായിരിക്കണം, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞത് കലാരൂപത്തിന് ആശ്രയിച്ചത് ഉണ്ടായില്ലെങ്കിലും അതുമായി സഹകരിക്കുന്ന ആൾക്കാർക്കുണ്ടാകണം. അത് അവരുടെ മനോഭാവമാവണം. ഒരു ഹാബിച്വൽ ഒഫൻഡറായിട്ട് വന്നിരിക്കുന്ന ഒരാളിനെ വീണ്ടും ആൾക്കാർ ഇവിടെ നിരന്തരമായിട്ട് സഹകരിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ